ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പല പാസ്റ്റർമാരെയും കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു പാസ്റ്ററെ ആദ്യമായി കാണുകയാണ് എന്ന ടൈറ്റിലോടെയാണ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. മാതാപിതാക്കളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. വീഡിയോ നിമിഷ നേരങ്ങൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ലൈക്ക് ചെയ്തു കഴിഞ്ഞു. വൈറലായ വീഡിയോ കാണാം. പറഞ്ഞു പിന്നെ ചത്ത് കഴിയുമ്പോഴല്ല, എടാ ജീവിച്ചിരിക്കുമ്പോ ആ മനുഷ്യനെ പറ്റി നല്ല വാക്ക് അദ്ദേഹത്തിന്റെ നേർക്ക് എന്ന് നേരെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം 2 കൊല്ലവും കൂടെ ജീവിച്ചാനും. ചത്ത് കഴിഞ്ഞ ഒരു നെഞ്ചത്തൊരു റീത്തും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ അവരെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ആദരിക്കണം. അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞേച്ചേ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ അല്ലെ പേപ്പറിലോട്ട് ചൊള്ള മതിലും പോസ്റ്റലും എല്ലാം ചാക്കോച്ചൻ കാശിന്റെ മുഴുക്ക് തെള്ളു. ജീവിച്ചിരിക്കുമ്പോ അപ്പനും അമ്മയെ അന്വേഷിക്കത്തില്ല. അമേരിക്കയിലും കാനഡയിലും ഗൾഫിലും പോകരുതെന്നല്ല, അവിടെ പിള്ളേര്. ഇവിടെ അപ്പനും അമ്മയും 2 വാല് മുറിച്ച പട്ടി. അല്ല, തള്ളയ്ക്കത് പറയണം. തള്ള ഇരുന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചല്ലേ ഇതിനെല്ലാം അങ്ങോട്ട് അയച്ചത്. കർത്താവിയെ വഴി തുറക്കണമേ, സാൻകുട്ടിക്ക് വഴി തുറക്കണമേ. ആണ്ട തുറന്നങ്ങ് പോയി. ലൂയിസ് കുട്ടിക്ക് വഴി തുറക്കണമേ, അതും തുറന്നാണ്ട് അമേരിക്കയ്ക്ക് പോയി. താവേ തങ്കച്ചന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. ആണ്ട് അവൻ അയർലൻഡിൽ ഇരിക്കുന്നതാണ്. നീ ഇവിടെ കിടന്ന കുഴ തള്ളേ, നീ ഇനി മേടിച്ചു കെട്ടും. ഒന്നിനെയെങ്കിലും ഇവിടെ ഇടണമെന്ന് നീ പ്രാർത്ഥിച്ചോ. എല്ലാത്തിനും അയർലൻഡിന് അയച്ചു. പോട്ടെ നീ പട്ടി എവിടെ പട്ടി കടിച്ചത് നീ അതില്ലെങ്കിൽ. എന്നിട്ടേ അപ്പനും അമ്മയും ദീനമാകുമ്പം ചിലടത്ത് നടക്കുന്ന കാര്യമാണ്. പിള്ളേര് അവിടെ ഇരുന്ന് വിരിക്കും. പാസ്റ്റർക്കാ പണിഷ്മെന്റ്. പാസ്റ്ററെ, ഹലോ, ആരാ? ഞാൻ സാൻകുട്ടി. എവിടുന്നാ? ഞാൻ ഇന്ന രാജ്യത്ത് നിന്ന്. എന്നാ ഇപ്പം വിളിച്ച്? പപ്പായെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അമ്മച്ചിക്ക് എന്തോ വിമ്മിഷ്ടം. പാസ്റ്റർ പെട്ടെന്ന് ഇവിടം വരെ ഉണ്ടോ? പാസ്റ്റർക്ക് പോകാതിരിക്കാൻ പറ്റുമോ? കാരണം ഇവ ഹോള് പണിക്ക് ഇച്ചിരി കാശ് തന്ന് 3 ഭാനം മേടിച്ചിട്ടു. സെമിത്തേരിക്ക് ഒരു 25,000 തന്നു. പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പം പാസ്റ്റർക്ക് ഒരു കൈമടക്കും. അതുകൊണ്ട് പാസ്റ്റർക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഉടനെ പാസ്റ്റർ വെമ്പളിയോട് സൂസമ്മ ഒരു കടി ആണ്ട് ചിന്നമാമിക്കാണ്ട് ഉടനെ ബൈക്കെടുത്ത് സ്റ്റാർട്ട് ഒറ്റയടിക്ക്. കാരണം ആയത്തിലുള്ള അടിയായിരുന്നു. ഒറ്റയടിക്ക് ഉടനെ സൂസമ്മ പുറകിലോട്ടും കയറിയിരുന്നു. സൂസമ്മയും പാസ്റ്ററും കൂടെ ചെന്നപ്പോ തള്ളതാണ്ട് പോകണ്ട തള്ള ഇങ്ങനെ കിടക്കുക. പാസ് എന്ന് പ്രാർത്ഥിച്ചപ്പോ തള്ള പോവുകയും ചെയ്തു. അമ്മാമ്മ ദാടിയും കൂട്ടിക്കെട്ടി. ഉടനെ വെളിയിൽ നിന്ന് പിന്നെ ഫോൺ, പാസ്റ്ററെ മോർച്ചറിലോട്ട് വെച്ചേക്കാൻ. അതെന്തിനാ? തണുക്കട്ടെ. അതെന്നാ? ജീവിച്ചപ്പോ തണുപ്പിക്കാൻ ഒത്തില്ല, കണ്ടവൻ അങ്ങോട്ട് തണുക്കട്ടെ. എടാ, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ അവരെ ശുശ്രൂഷിക്കേ. കാശ് കുറച്ച് മതി. കാശിനല്ലേ അവിടെ പോയി കിടക്കുന്നേ. അവിടെ പോകരുതെന്നോ ജോലി ചെയ്യരുതെന്നല്ല. ദീനമായി പ്രായമുള്ള അപ്പനും അമ്മയും വയ്യാതായി. ആരെങ്കിലും ഒരാൾ വന്ന് നോക്ക്. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച തള്ളയല്ലേ? ഇല്ലേ? ഞാൻ ഒന്നോടെ പറയാം, അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത് കേട്ടോ. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ വിടരുത്. നീ മേടിച്ചു കെട്ടും. അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കണം, അപ്പനെ അമ്മയും ബഹുമാനിക്കണം. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച തള്ളയാ. ഞാൻ എല്ലായിടത്തും പറയും, ഇന്നത്തെ വളത്താണോ പണ്ടത്തെ വളത്ത്? അയ്യോ, അപ്പന്മാരെക്കാളും ഞാൻ ആരോഗ്യം ഉണ്ടാക്കാൻ പറയുന്നല്ല, അപ്പന്മാരെക്കാളും പിള്ളേരുടെ വളർച്ചയ്ക്ക് കഷ്ടപ്പെടുന്ന അമ്മയാ. ഇല്ലേ? അമ്മയാ. അമ്മയുടെ ഓരം ചേർന്നല്ലേ കുഞ്ഞ് കിടക്കുന്നേ. അർദ്ധരാത്രി ആയപ്പോ ഇന്നത്തെ പോലെ കറണ്ടോ ഇലക്ട്രിസിറ്റിയോ മോട്ടോർ വാഹനം ഒന്നുമില്ലല്ലോ. അന്ന് ഫ്രിഡ്ജില്ല. ഇപ്പം വെടിവെക്കുമ്പോ കത്തും. അന്ന് ഇതൊന്നുമില്ല. അമ്മയുടെ ഓരം ചേർന്നാ കുഞ്ഞ് കിടക്കുന്നേ. കരണ്ടും ചിലപ്പോൾ പണ്ട് കാലത്ത് സുലഭമല്ലല്ലോ. അർദ്ധരാത്രി ആയപ്പം ഒരു നനവ് നോക്കിയപ്പോ കുഞ്ഞ് മൂത്രം ഒഴിച്ചു. ഉടനെ അമ്മ ചാടി എഴുന്നേറ്റു. പണ്ട് കാലമാ, ഇപ്പോഴത്തെ അല്ല. ഉടനെ ആ തുണി മാറി അടുത്ത തുണി എടുത്ത് വെച്ചു കുഞ്ഞിനെ. അങ്ങനല്ലേ? ഇപ്പൊ പിന്നെ വളർത്തില്ല. പിന്നെ തുണി അല്ലല്ലോ, മറ്റേ കുന്തം കൊണ്ട് കൊച്ചിന് എന്തുവാ അതിന് പാട്? കൊച്ചനെ കട്ടിലോട്ട് കിടത്തി പൗഡർ എല്ലാം ഇട്ട അടിയിലോട്ട് കയറ്റി വെച്ച കൊച്ചിനെ കാല് പൊക്കി അടിയിലോട്ട് കയറ്റി. അങ്ങനെ അവിടെ നിന്നോ ഇവിടെ ഇതെടുത്ത് അങ്ങോട്ട് കമത്തി, അത് തിങ്ങോട്ട് കമത്തി, അത് തിങ്ങോട്ട് കമത്തി. ആണ് ഒരടി ഇതാണ്ട് കിടക്കുന്ന കൊച്ച്. പെടുക്കുകയോ തൂറുകയോ തുപ്പുകയോ അവിടെ കിടന്നോളും. എന്നിട്ട് തള്ള തന്നെ എടുക്കുക. തള്ള മൊബൈലിൽ മാന്തുക.
എടി കഴുതേ, ഏതായാലും ഇനി അടുത്ത വിളിച്ചില്ലായിരുന്നും കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കോണവാകട്ടെ ഇവളെല്ലാം. ഇന്ന് രാത്രി നീ എല്ലാം കോണവാകും. നീ ആരെയാ ഈ മാന്തുന്ന അർദ്ധരാത്രി ഇരുന്ന്? കൊച്ചതിനെ കിടന്ന് തൂറി തുപ്പി നേരം വെളുക്കുമ്പോ തേനീച്ചക്കൂട് പോലെ വെച്ച് കിടക്കുക. പണ്ടത്തെ വളത്ത് അങ്ങനല്ല. ഞാൻ എന്റെ ശൈലി പറയുകയാ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വെള്ളം കുടിച്ചാ കിടക്കുക.